ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കേരള സ്റ്റൈൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടുകറി ഉണ്ടാക്കാം. ഒത്തിരി മസാലയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണിത്. ഇത് അപ്പം, പുട്ട്, ഇടിയപ്പം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇഷ്ടുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായ ചേർക്കാണ്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഒരു ഉള്ളി ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സമയം വഴറ്റണ്ട, ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി, ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി കേട്ടോ, 5 പച്ചമുളക് ചേർക്കാണ്. ഇതിലേക്ക് അവസാനം ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കും. അപ്പം പച്ചമുളകിന്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ നുറുക്കിയതാണ്. തീ കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചാൽ മതിയേ. അധികം വഴറ്റിപ്പോരുത്, ഉള്ളിയുടെ കളറൊന്നും മാറിപ്പോരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവാനായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു ചെറിയ തേങ്ങയുടെ 2ാം പാലാണിത്. 1/2 കപ്പ് 1ാം പാല് മാറ്റി വെക്കണം. എന്നിട്ട് 2ാം പാൽ എടുക്കുക. എനിക്ക് ഈ കറി കുറച്ച് നല്ല കട്ടിയായിട്ടുള്ളതാണ് ഇഷ്ടം. നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര തേങ്ങ എടുക്കണ്ട, പാലിന്റെ അളവ് കുറച്ചിട്ട് വെള്ളം കൂടുതൽ ചേർത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ കറി നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച 1ാം പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. വേപ്പില നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കുറച്ചിങ്ങനെ ചേർക്കുന്ന കറിക്ക് നല്ലതാണ്. 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തു. ഇനി ഇത് 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം തിളയ്ക്കേണ്ട, ഒന്ന് തിളച്ചാൽ മതി. അവസാനമായിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ വെളിച്ചെണ്ണ ചേർക്കണ ഒന്നും ഒഴിവാക്കരുത്, ഇതൊക്കെ കറിയുടെ ടേസ്റ്റ് കൂട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഇഷ്ടുകറി ഉണ്ടാക്കുക എന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.